വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ബി.ജെ.പിയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക അല്പസമയത്തിനകം പ്രഖ്യാപിക്കും. പാർട്ടി അധ്യക്ഷൻ ജെ.പി. നഡ്ഡ വിളിച്ച വാർത്താ സമ്മേളനം വൈകിട്ട് 6 മണിക്കാണ്. ആദ്യഘട്ടത്തിൽ 100 സ്ഥാനാർത്ഥികളുടെ പട്ടികയായിരിക്കും പ്രഖ്യാപിക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ളവരുടെ പട്ടികയാണ് ഇന്ന് പ്രഖ്യാപിക്കാൻ പോകുന്നത്. തൃശൂർ, ആറ്റിങ്ങൽ ഉൾപ്പെടെയുള്ള കേരളത്തിലെ A+ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയും ഇന്ന് പ്രഖ്യാപിച്ചേക്കും. ഡൽഹിയിൽ നിന്ന് അച്യുതൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അച്യുതൻ, 100 പേരുടെ പട്ടിക, ബി.ജെ.പിയുടെ ആദ്യ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരാൻ പോകുന്നു. അതിൽ തന്നെ പ്രധാനമന്ത്രി, ഒപ്പം തന്നെ അമിത്ഷാ, ഇവരുടെയൊക്കെ മത്സരിക്കാൻ പോകുന്ന മണ്ഡലങ്ങൾ ഏത് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരും. വാരാണസിക്ക് പുറമെ ദക്ഷിണേന്ത്യയിലെ ഒരു മണ്ഡലത്തിൽ കൂടി മോദി മത്സരിക്കുമോ എന്നുള്ള ആകാംക്ഷ, അതുപോലെ കേരളത്തിലെ എത്ര മണ്ഡലങ്ങളിലുള്ള പ്രഖ്യാപനം ഇന്ന് പ്രതീക്ഷിക്കാം? അച്യുതൻ. റിജിത്ത്, 6 മണിക്കാണ് പാർട്ടി അധ്യക്ഷൻ ജെ.പി. നദ്ദ വാർത്താസമ്മേളനം വിളിച്ചു ചേർത്തിരിക്കുന്നത്. അതിൽ പ്രധാനമായും ഈ സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ചുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടായേക്കുമെന്നുള്ള വിവരങ്ങൾ തന്നെയാണ് ലഭിക്കുന്നത്. പ്രധാനമായും പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, അതുപോലെ തന്നെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എന്നിവരുൾപ്പെടുന്ന ഒരു പട്ടികയായിരിക്കും ബി.ജെ.പി. പ്രഖ്യാപിക്കുക. അതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരണാസിയിൽ നിന്നും, അതുപോലെ തന്നെ അമിത്ഷാ ഗാന്ധിനഗറിൽ നിന്നും, രാജ്നാഥ് സിംഗ് ലക്നൌവിൽ നിന്നും മത്സരിച്ചേക്കുമെന്നുള്ള സൂചനകൾ തന്നെയാണ് ലഭ്യമാവുന്നത്. ഒപ്പം പ്രധാനമന്ത്രി ദക്ഷിണേന്ത്യയിലെ ഒരിടത്തുകൂടി മത്സരിക്കും എന്നുള്ള സാധ്യതകൾ നേരത്തെ തന്നെ ഉണ്ടായിട്ടുണ്ട്. അതിലെല്ലാം വ്യക്തത ഇന്ന് 6 മണിക്ക് തന്നെ ലഭിക്കും. പൊതുവേ ഈ നേരത്തെ തന്നെ ബി.ജെ.പി. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സർവേകൾ നടത്തിയിരുന്നു. അതായത് സിറ്റിംഗ് എംപിമാരുടെ പ്രവർത്തനങ്ങളെപ്പറ്റി അവലോകനം ചെയ്തിരുന്നു. അതുൾപ്പെടെയാണ് കഴിഞ്ഞ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി വിലയിരുത്തിയത്. അതിനോടൊപ്പം തന്നെ പ്രവർത്തന റിപ്പോർട്ടും തേടിയിരുന്നു. ഇതിലെല്ലാം തന്നെ എംപിമാരിൽ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്, അതുപോലെ ഇവരുടെ പ്രവർത്തനം ഏതൊക്കെ രീതിയിലാണ് മണ്ഡലങ്ങളിൽ നടന്നത് എന്നതെല്ലാം പരിശോധിച്ചുകൊണ്ട് ഒരുപക്ഷെ ഇതിൽ അതൃപ്തിയുള്ള എംപിമാരെ മാറ്റി നിർത്തി അവിടെ പുതുമുഖങ്ങളെയായിരിക്കും ബി.ജെ.പി. മുന്നോട്ട് വയ്ക്കുക. മറ്റിടങ്ങളിൽ ഈ സിറ്റിംഗ് എംപിമാർ തന്നെ തുടരുവാനുള്ള സാധ്യതകളാണ് പൊതുവെ പുറത്തു വരുന്നത്. ഇതിനെല്ലാം പുറമെ തന്നെ ഈ സ്ത്രീകളെ മുൻനിർത്തുന്ന ഒരു പട്ടിക കൂടിയാകും ഇത്തവണ ബി.ജെ.പി. പരീക്ഷിക്കുക. കാരണം വനിതാ സംവരണം ബി.ജെ.പി. വലിയ പ്രചാരണ ആയുധമായി തന്നെ മുന്നോട്ട് കൊണ്ടുവരുന്നുണ്ട്. ഒപ്പം ജാതി സെൻസസ് ചർച്ചയാവുന്ന ഒരു ഘട്ടത്തിൽ OBC വിഭാഗത്തിൽ നിന്നുള്ള എംപിമാരെ ഒരു പക്ഷേ മാറ്റിയേക്കില്ല. അങ്ങനെയെങ്കിൽ അവർ ആ സീറ്റിൽ തന്നെ ടിക്കറ്റ് നേടി വീണ്ടും തുടരുക തന്നെ ചെയ്യും. എന്തായാലും അതിലെല്ലാം തരത്തിലുള്ള വ്യക്തതകളായിരിക്കും ഈ 6 മണിയുടെ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടാവുക എന്നുള്ള സൂചനകൾ ലഭിക്കുന്നത്. എന്തായാലും ജെ.പി. നദ്ദ ഇതിൽ 100 സ്ഥാനാർത്ഥികളുടെ പട്ടികയായിരിക്കും പ്രഖ്യാപിക്കുക. കഴിഞ്ഞ ദിവസം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം ചേരുമ്പോൾ കേരളം ഉൾപ്പെടുന്ന സംസ്ഥാനങ്ങളുടെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ് പുരോഗമിച്ചത്. ഏതാണ്ട് രാത്രി 10 കൂടി തുടങ്ങിയ ചർച്ച അത് നീണ്ടുപോയത് പുലർച്ചെ 3 മണി വരെയായിരുന്നു. അങ്ങനെ നീണ്ട നേരത്തെ ഒരു വിലയിരുത്തൽ, അവലോകനം, ഇതിനെല്ലാം ഒടുവിലാണ് ഇപ്പോൾ ഒരു അന്തിമ പട്ടിക അത് രൂപപ്പെടുത്തി എന്നുള്ള തരത്തിലുള്ള സൂചനകൾ ഉണ്ടാകുന്നത്. ഇനി കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് നിന്ന് മത്സരിച്ചേക്കും എന്നുള്ള സൂചനകൾ തന്നെയാണ് നേരത്തെ മുതൽ സൂചനകൾ ഉള്ളത്. എന്തായാലും അതിലുൾപ്പെടെയുള്ള വ്യക്തത ഒരുപക്ഷെ ഈ 6 മണിയുടെ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടാകും. ഒപ്പം മറ്റ് മണ്ഡലങ്ങളായ ആറ്റിങ്ങൽ, അതുപോലെ തന്നെ ഈ പത്തനംതിട്ടയിൽ അനിൽ ആന്റണിയെ മത്സരിപ്പിച്ചേക്കും എന്നുള്ള സൂചനകളുണ്ട്. എറണാകുളത്തേക്ക് വരുമ്പോൾ മേജർ രവിയെ മത്സരിപ്പിച്ചേക്കും എന്നുള്ള സൂചനകൾ. ഒരുപക്ഷെ കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർക്ക് അവർ മത്സരിച്ചേക്കില്ല എന്നുള്ള വാർത്തകളും ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും അതിലെല്ലാം തന്നെ ഒരു വ്യക്തത ഈ ഒരു വാർത്താ സമ്മേളനത്തിൽ ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. എന്തായാലും നിലവിൽ ഈ ആദ്യഘട്ടം ഈ പ്രഖ്യാപിക്കുന്ന 100 പേരുടെ പട്ടിക അതെന്തായാലും പ്രധാന നേതാക്കളായിരിക്കും. കാരണം പൊതുവെ ഈ ദുർബലമായ മണ്ഡലങ്ങളിൽ അവിടെ പ്രധാന നേതാക്കളെ മത്സരിപ്പിക്കാനാണ് ബി.ജെ.പിയുടെ ദേശീയ നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രധാന നേതാക്കൾ ഒരുപക്ഷെ ഈ പട്ടികയിൽ ഇടം നേടിയേക്കും. ആ തരത്തിലുള്ള ഒരു പ്രഖ്യാപനമായിരിക്കും ഇന്ന് ബി.ജെ.പിയുടെ ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദ പ്രഖ്യാപിക്കുക. റിജിത്ത്. അച്യുതൻ, വാരാണസിക്ക് പുറമെ ദക്ഷിണേന്ത്യയിലെ ഒരു മണ്ഡലത്തിൽ കൂടി മോദി മത്സരത്തിനിറങ്ങാൻ പോകുന്നു എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ, അത് രാമനാഥപുരമായിരിക്കുമെന്നുള്ള അഭ്യൂഹങ്ങൾ, അത് സജീവമായി നിൽക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. മറ്റൊന്ന്, അച്യുതൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ എംപിമാരുടെ പ്രവർത്തന റിപ്പോർട്ട് ദേശീയ നേതൃത്വത്തിന് മുമ്പിലുണ്ട്. അതിൽ തന്നെ ചില സിറ്റിംഗ് എംപിമാരുടെ പ്രവർത്തനം മോശമാണ് എന്ന് ദേശീയ നേതൃത്വം വിലയിരുത്തിയിരുന്നു. പക്ഷേ അവരെ മാറ്റുന്നതിൽ ചില സാമുദായിക സമവാക്യങ്ങളൊക്കെ പരിഗണിക്കുമ്പോൾ അത് തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലും നേതൃത്വത്തിനുണ്ടായിരുന്നു. അതിനിടയിലുള്ള ഈ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാൻ പോകുന്നതിനിടയിൽ ബി.ജെ.പി. ക്യാമ്പിൽ നിന്നുള്ള സൂചനകൾ എങ്ങനെയാണ് അച്യുതൻ?
റിജിത്ത് ഈ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെയാണ്. അതായത് ദക്ഷിണേന്ത്യയിൽ കൂടി പ്രധാനമന്ത്രി മത്സരിച്ചേക്കുമെന്നുള്ള സൂചനകൾ ഇപ്പോഴും ശക്തമായി തന്നെ തുടരുന്നുണ്ട്. കാരണം വാരണാസിക്ക് പുറമെ ദക്ഷിണ ഇന്ത്യ BJPക്ക് പ്രധാനമായും ദുർബലമായ ഒരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ അവിടേക്ക് കൂടുതൽ പ്രവർത്തനം എത്തിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു തരത്തിലുള്ള പ്രതീക്ഷകൾ ഉയർത്തുന്നതിന് വേണ്ടി തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ദക്ഷിണേന്ത്യയിൽ ഒരിടത്ത് മത്സരിപ്പിക്കാനുള്ള നീക്കങ്ങൾ ഇതിനോടൊപ്പം തന്നെ സജീവമാണ്. അത് കൃത്യമായി പഠിച്ചുകൊണ്ട് അല്ലെങ്കിൽ സർവേ വിലയിരുത്തലടക്കം പരിശോധിച്ചുകൊണ്ട് എങ്ങനെയാണ് അതിൽ ജനങ്ങളുടെ അഭിപ്രായം എന്നതടക്കം BJP ഇതുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചിരുന്നു. ആ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും പ്രധാനമന്ത്രിയെ മത്സരിപ്പിക്കാനുള്ള ഒരു മണ്ഡലം അത് BJP ദക്ഷിണേന്ത്യയിൽ തിരഞ്ഞെടുക്കുക. എന്തായാലും അത് സംബന്ധിച്ചുള്ള ഒരു വ്യക്തത അത് ഇന്നൊരു പക്ഷേ ഈ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടാകും. കാരണം ഈ ദക്ഷിണ ഇന്ത്യയിൽ അത് തമിഴ്നാട്ടിലാണോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ആണോ അത്തരമൊരു സാധ്യതകൾ BJP തേടുക എന്നത് സംബന്ധിച്ച എന്തായാലും ഒരു വ്യക്തത ലഭിക്കും. ഇനി മറ്റ് ഈ പറഞ്ഞ സിറ്റിംഗ് എംപിമാരുടെ കാര്യത്തിലാണെങ്കിൽ ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് OBC എംപിമാരെ മാറ്റി നിർത്തിയേക്കില്ല എന്നുള്ള സൂചനകളാണ്. കാരണം ജാതി സെൻസസ് കോൺഗ്രസ് ആയുധമാക്കുന്ന ഒരു ഘട്ടത്തിൽ അവരെ മാറ്റി നിർത്തുന്നത് ഒരു അഭികാമ്യമായിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ OBC എംപിമാരെ ഒരു പക്ഷേ അവർ തുടർന്നേക്കും. ഒപ്പം തന്നെ മറ്റ് പ്രവർത്തന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അതൃപ്തിയുള്ള നേതാക്കളെ മാറ്റി നിർത്തും എന്ന് തന്നെയാണ് BJP ക്യാമ്പിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്നത്. മറ്റ് സ്ത്രീകൾക്ക് മുൻഗണന നൽകുന്ന ഒരു പട്ടികയായിരിക്കും BJP ഇന്ന് പ്രഖ്യാപിക്കുക. ശരി, ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. എന്തായാലും JP നഡ്ഡയുടെ വാർത്താ സമ്മേളനം വൈകിട്ട് 6 മണിക്കാണ്. ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാൻ പോകുന്നു BJP. 100 സ്ഥാനാർത്ഥികളായിരിക്കും ആ പട്ടികയിൽ ഉണ്ടാവുക. അടുത്ത റിപ്പോർട്ടിലേക്ക്. പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥിന്റെ മരണത്തിൽ മുഴുവൻ പ്രതികളും പിടിയിൽ. പ്രധാന പ്രതി സിൻജോ ജോൺസൺ അടക്കമുള്ള 18 പ്രതികളും കസ്റ്റഡിയിലായി. കീഴടങ്ങാൻ വയനാട്ടിലേക്ക് എത്തുമ്പോഴാണ് സിൻജോയെ കസ്റ്റഡിയിലെടുത്തത്. കോൺഗ്രസും പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളും കോളേജിലേക്ക് നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. സർവകലാശാലയുടെ ഭാഗത്ത് നിന്ന് ഗുരുതര വീഴ്ചയുണ്ടായെന്ന് ചൂണ്ടിക്കാട്ടി വെറ്റിനറി വൈസ് ചാൻസലർ ഡോക്ടർ MK ശശീന്ദ്രനാഥിനെ ഗവർണർ സസ്പെൻഡ് ചെയ്തു. ഡോക്ടർ PC ശശീന്ദ്രനാഥനാണ് VCയുടെ ചുമതലയുള്ളത്. പൂക്കോട് നിന്ന് അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അഭിജിത്ത്, കോളേജ് അധികൃതരുടെ വീഴ്ചയുമായി ബന്ധപ്പെട്ട്, ഡീനിൻ്റെ വീഴ്ചയുമായി ബന്ധപ്പെട്ട് SFIക്കെതിരെ ആരോപണം ഉയരുന്ന പശ്ചാത്തലം മറ്റൊരു ഭാഗത്ത്, അതിനിടയിൽ ഗവർണർ ഏറ്റവും ഒടുവിലായി സ്വീകരിച്ച ചില നടപടികൾ, എല്ലാ പ്രതികളും പിടിയിലാവുന്ന സാഹചര്യം, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിലായി പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങൾ? ഇപ്പോൾ നടക്കുന്ന നടപടികളുമായി ബന്ധപ്പെട്ട് കുടുംബത്തിൻ്റെ പ്രതികരണം എങ്ങനെ? അഭിജിത്ത്. ശ്രീജിത്ത്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പോലീസിന്റെ പ്രതിപട്ടികയിലുള്ള മുഴുവൻ പേരും പിടിയിലായി എന്നുള്ളതാണ്. മുഖ്യപ്രതിയായ സിൻജോ ജോൺസൺ ഉൾപ്പെടെ 18 പേരെയും കസ്റ്റഡിയിലെടുക്കാൻ നിലവിൽ പോലീസിന് സാധിച്ചിട്ടുണ്ട്. സിദ്ധാർത്ഥൻ ആത്മഹത്യ ചെയ്ത് 13 ദിവസങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിൽ മുഴുവൻ പ്രതികളും പിടിയിലാകുന്നത്. ഒപ്പം തന്നെ ഈ ഒരു സംഭവത്തിൽ കോളേജ് അധികൃതർക്കെതിരായ നടപടികളും ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നുണ്ട്. അതായത് VCയെ സസ്പെൻഡ് ചെയ്യുന്ന നടപടികളിലേക്ക് ചാൻസലർ കൂടിയായ ഗവർണർ കടക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഒപ്പം തന്നെ ഈ പ്രതികളുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണത്തിലേക്കും നിലവിൽ പോലീസ് കടക്കുന്നുണ്ട്. കൂടുതൽ പേർ ഏതെങ്കിലും തരത്തിൽ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേർ പങ്കുചേർന്നിട്ടുണ്ടോ, അവർക്ക് കൂടി ഇതിൽ പങ്കുണ്ടോ എന്നടക്കമുള്ള അന്വേഷണം ഈ പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുക വഴിയാണ് പോലീസിന് ലഭ്യമാവുകയുള്ളൂ. അതുമായി ബന്ധപ്പെട്ട നടപടികൾ. ശരി, അഭിജിത്ത് തുടരുക. അഭിജിത്തിലേക്ക് ഉടൻ തന്നെ എത്താം. സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് കേസ് സ്വതന്ത്ര ഏജൻസി അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് യുവമോർച്ചയുടെ പ്രതിഷേധം ഇപ്പോൾ നടക്കുകയാണ്. എറണാകുളം കമ്മീഷണർ ഓഫീസിലേക്കാണ് പ്രതിഷേധം നടക്കുന്നത്. പ്രവർത്തകരെ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞിട്ടുണ്ട്. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയും ചെയ്തു. വിനീത VG കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിനീത, പ്രതിഷേധം എങ്ങനെ? വിനീത. പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. സിദ്ധാർത്ഥിന്റെ മരണം അത് ഒരു സ്വതന്ത്ര ഏജൻസി അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് BJP യുവമോർച്ച പ്രവർത്തകർ ഇപ്പോൾ പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നത്. എറണാകുളം കമ്മീഷൻ ഓഫീസിലേക്കായിരുന്നു പ്രതിഷേധം എത്തിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ലോ കോളേജിന് മുൻപിൽ വെച്ച് പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. ഇപ്പോൾ പ്രവർത്തകർ പോലീസുമായി സംസാരിക്കുകയാണ്. ACP രാജ്കുമാറാണ് മറുവശത്തുള്ളത്. ആ ബാരിക്കേഡിന്റെ പുറകത്തെ വശത്ത് ഇപ്പോൾ പ്രവർത്തകരുണ്ട്. വീണ്ടും പ്രവർത്തകർക്ക് നേരെ പോലീസ് ബാരിക്കേഡ് പ്രയോഗിക്കുകയാണ്. ACP ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരെത്തി ഈ പ്രതിഷേധക്കാർ ഇവിടെ നിന്ന് തിരിഞ്ഞു പോകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിലും പോകാൻ അവർ തയ്യാറായില്ല. സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് കേസ് സ്വതന്ത്ര ഏജൻസി അന്വേഷിക്കണം എന്നുള്ളതാണ് യുവമോർച്ചയുടെ ആവശ്യം. പ്രതിപക്ഷ വിദ്യാർത്ഥി യുവജന സംഘടനകൾ ഈ വിഷയത്തിൽ പ്രതിഷേധം ശക്തമാക്കുന്നതിനിടെ
യുവമോർച്ചയുടെ പ്രതിഷേധം നടക്കുന്നു. എറണാകുളം കമ്മീഷണർ ഓഫീസിലേക്കാണ് പ്രതിഷേധം നടക്കുന്നത്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പ്രവർത്തകരെ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞിട്ടുണ്ട്. ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമം പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. 2 തവണ പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പ്രവർത്തകർക്ക് നേരെ പോലീസ് വീണ്ടും ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. വിനീത വിജി തുടരുന്നുണ്ട്. വിനീത, വിവരങ്ങൾ വിനീത തുടരാം. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. തുടർച്ചയായി 2ാം തവണയാണ് ഈ ജലപീരങ്കി പ്രയോഗിക്കുന്നത്. പ്രവർത്തകർ ആ ബാരിക്കേഡിന്റെ മറുവശത്ത് ഇപ്പോഴും നിൽക്കുകയാണ്. അവർ തിരിഞ്ഞു പോകാൻ തയ്യാറാകുന്നില്ല. ഈ സ്വതന്ത്ര ഏജൻസി അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയിട്ടുണ്ടായിരുന്നത്. BJP യുവമോർച്ച പ്രവർത്തകരാണ് പ്രതിഷേധവുമായി എത്തിയത്. കമ്മീഷൻ ഓഫീസിലേക്കായിരുന്നു ഇവരുടെ പ്രതിഷേധം. പക്ഷേ ഈ ലോ കോളേജിന് മുൻപിൽ വെച്ച പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് പ്രവർത്തകരെ തടഞ്ഞു. ഒപ്പം തന്നെ പ്രവർത്തകർ പോലീസിനെതിരെയും മുദ്രാവാക്യം വിളിച്ചു. ACP ഉൾപ്പെടെയുള്ളവരെത്തി പ്രവർത്തകർ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും അവർ പോകാൻ തയ്യാറായില്ല. തുടർന്നാണ് ഇപ്പോൾ വീണ്ടും ജലപീരങ്കി പ്രയോഗിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്ന പോലെ തന്നെ തുടർച്ചയായി പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. അവർ അവിടെ തന്നെ നിലയുറച്ചിരിക്കുന്നു. അവിടെ നിന്ന് മാറിപ്പോകാൻ പ്രവർത്തകർ തയ്യാറാവുന്നില്ല. പോലീസ് ACP ഉൾപ്പെടെ നേരത്തെയും എത്തിയവരോട് ഇവിടെ നിന്ന് മടങ്ങണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അവർ തയ്യാറായിട്ടില്ല. ഇപ്പോൾ വീണ്ടും പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ച് പോലീസിന്റെ ബാരിക്കേഡിന് അടുത്തേക്ക് അവർ വീണ്ടും കടക്കുകയാണ്. നേരത്തെയും പോലീസ് ഇടപെട്ടുകൊണ്ട് അവർ ഇവിടെ നിന്ന് മടങ്ങണമെന്ന് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും പ്രവർത്തകരിൽ ചിലർ ബാരിക്കേഡിന്റെ മുകളിലൊക്കെ കയറി പ്രതിഷേധിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും ബാരിക്കേഡ് പിടിച്ച് കുലുക്കി അവർ വീണ്ടും അവിടെ പ്രതിഷേധം ഉറപ്പിക്കുകയാണ്. മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. മറുവശത്ത് പോലീസ് ഇപ്പോഴും നിലയുറപ്പിച്ചിരിക്കുകയാണ്. തുടർച്ചയായി 2ാം തവണയും പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. എന്നിട്ടും പ്രവർത്തകർ അവിടെ നിന്ന് മടങ്ങിപ്പോകാൻ തയ്യാറാവുന്നില്ല. ഇപ്പോൾ ACP ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് സർക്കാരും SFIയും കോളേജ് അധികൃതരും ഒക്കെ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന പശ്ചാത്തലത്തിൽ പ്രതിഷേധം കടുപ്പിക്കുകയാണ് പ്രതിപക്ഷ യുവജന സംഘടനകൾ. കേസ് സ്വതന്ത്ര ഏജൻസി അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ യുവമോർച്ചയുടെ പ്രതിഷേധം നടക്കുന്നത്. എറണാകുളം കമ്മീഷണർ ഓഫീസിലേക്കാണ് യുവമോർച്ചയുടെ പ്രതിഷേധം നടക്കുന്നത്. പ്രവർത്തകരെ ബാരിക്കേഡ് കെട്ടി തടഞ്ഞിട്ടുണ്ട് പോലീസ്. 2 തവണ ജലപീരങ്കിയും പ്രയോഗിച്ചിട്ടുണ്ട്. വാർത്തകളിലേക്ക് വീണ്ടും. ബംഗളൂരു രാമേശ്വരം കഫേ സ്ഫോടന കേസിൽ 4 പേർ കസ്റ്റഡിയിലെന്ന് സൂചന. ധർവാഡ്, ഹുബ്ബള്ളി, ബംഗളൂരു സ്വദേശികളാണ് കസ്റ്റഡിയിലുള്ളത്. ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് ബംഗളൂരു സിറ്റി പോലീസ് കമ്മീഷണർ B. ദയാനന്ദ അറിയിച്ചു. മനീഷ് മൂർത്തി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മനീഷ്, പ്രതികളെക്കുറിച്ച് നിർണായക വിവരങ്ങൾ ലഭിച്ചു എന്ന് അന്വേഷണ സംഘം നേരത്തെ വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ 4 പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അവരുടെ പശ്ചാത്തലം എങ്ങനെയാണ് അന്വേഷണ സംഘം വിശദീകരിക്കുന്നത്? അന്വേഷണം ഇപ്പോൾ ഏത് ഘട്ടത്തിലാണ് മനീഷ് മൂർത്തി? റീജിത്ത്, ഈ കസ്റ്റഡിയിലുള്ള ആളുകളെ സംബന്ധിച്ചുള്ള വിവരങ്ങളൊന്നും തന്നെ പോലീസ് പങ്കുവയ്ക്കുന്നില്ല. 4 പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ബംഗളൂരു, ധർവാഡ്, അതുപോലെ തന്നെ ഹുബ്ബള്ളി സ്വദേശികളാണ് കസ്റ്റഡിയിലുള്ളത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. എന്നാൽ സിറ്റി പോലീസ് കമ്മീഷണറായിട്ടുള്ള B. ദയാനന്ദ പറയുന്നത് ആരുടെയും അറസ്റ്റ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഇന്നാണ് CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ്, അതായത് പ്രതിയുടെ CCTV ദൃശ്യങ്ങൾ ഇന്ന് പോലീസ് പുറത്തുവിട്ടിരുന്നു. ആ CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു അന്വേഷണം പുരോഗമിക്കുന്നത്. ഇപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് 4 പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എല്ലാ മേഖലകളും പരിശോധിച്ചുകൊണ്ട് അട്ടിമറി സാധ്യതയാണ്. അതങ്ങനെ എല്ലാ മേഖലകളും കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് പോലീസിന്റെ ഒരു അന്വേഷണം മുൻപോട്ട് പോകുന്നത്. 8 സംഘങ്ങളാണ്, ക്രൈംബ്രാഞ്ചിന്റെ 8 സംഘങ്ങളാണ് പരിശോധന നടത്തുന്നത്, അല്ലെങ്കിൽ അന്വേഷണം നടത്തുന്നത്. എന്തായാലും ഈ പ്രതി ഇവിടെ കഫേയിലേക്ക് വന്നതും പോയതും ബസ്സിലാണ്, BMTCയുടെ ബസ്സിലാണ് എന്നുള്ള വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബസ്സുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. എയർപോർട്ട് കേന്ദ്രീകരിച്ച്, അല്ലെങ്കിൽ എയർപോർട്ടിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. ബസ് സ്റ്റാൻഡുകളിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. കാരണം അവിടങ്ങളിലൊക്കെ വരുന്ന ആളുകളെയൊക്കെ പരിശോധിച്ചതിന് ശേഷമാണ് എന്തായാലും ബസ് കയറാനൊക്കെ അനുവദിക്കുന്നത്. ആ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും ഇതിന്റെ ഭാഗമായി തന്നെ പോലീസ് നടത്തുന്നുണ്ട്. വ്യാപകമായ തോതിലുള്ള തിരച്ചിൽ ഈ പ്രതിക്ക് വേണ്ടി നടത്തുന്നുണ്ട്. മാത്രമല്ല CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇയാളുടെ രേഖാചിത്രം തയ്യാറാക്കാനുള്ള ഒരു ശ്രമവും എന്തായാലും പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. അതിനിടയിലാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് 4 പേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നുള്ള വിവരം ലഭിക്കുന്നത്. എന്തായാലും ഇവരെ ചോദ്യം ചെയ്തു വരികയാണ്. അവരിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്ന് തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 10 മിനിറ്റാണ് ഈ പ്രതി ഈ കഫേയിൽ ഉണ്ടായിരുന്നത്. ആ 10 മിനിറ്റ് കൊണ്ടാണ് അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് ഈ കയ്യിലുണ്ടായിരുന്ന ബാഗ് അവിടെ നിക്ഷേപിച്ച് മടങ്ങുകയുമായിരുന്നു. അതിനുശേഷം ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞാണ് ഈ സ്ഫോടനം നടക്കുന്നത്. കൃത്യമായി ടൈമർ സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെയായിരുന്നു. അതായത് ഈ കഫേയിൽ നിന്ന് ഇറങ്ങി രക്ഷപ്പെട്ട് സുരക്ഷിത സ്ഥാനത്ത് എത്തിയതിനു ശേഷം സ്ഫോടനം നടക്കുന്ന രീതിയിൽ കൃത്യമായി തന്നെ ആസൂത്രിതമായി തന്നെയാണ് എന്തായാലും ഈ ഒരു സ്ഫോടനം നടത്തിയിട്ടുള്ളത് എന്ന് പോലീസ്. ശരി, മനീഷ് മൂർത്തി അതിൻ്റെ വിവരങ്ങൾ, അന്വേഷണ പുരോഗതിയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. അടുത്ത റിപ്പോർട്ടിലേക്ക്. 24 ഇമ്പാക്റ്റ്. കൊച്ചി തൈക്കുടത്ത് വൃദ്ധയെ പുറത്താക്കി മകൾ വീട് പൂട്ടിപ്പോയ സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. മരട് പോലീസ് അന്വേഷണം നടത്തി 2 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശം.
ദൃശ്യമാധ്യമ വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് കേസ്. എബിൻ ജോസ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. എബിൻ, വൃദ്ധമാതാവിനെ പുറത്താക്കി വീട് പൂട്ടി മകൾ പോയ വാർത്ത അത് നമ്മളാണ് പുറം ലോകത്തെ അറിയിച്ചത്. 24 ആണ് പുറം ലോകത്തെ അറിയിച്ചത്. ഇപ്പോഴതിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ ഉണ്ടാവുന്നു. ഈ പ്രശ്നം വിശാലമായി പരിഹരിക്കുന്നതിന് ചില ചർച്ചകൾക്കുള്ള നീക്കങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ പുരോഗതി എങ്ങനെയാണ്? ഈ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ, അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളും എബിൻ. ഈ വാർത്തയിൽ ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ്. ഇന്നലെയായിരുന്നു സംഭവം നടന്നത്. ഇന്നലെ വീട് പൂട്ടിപ്പോയി മകൾ ഈ അമ്മയെ പുറത്താക്കുകയായിരുന്നു. അതിനുശേഷമാണ് മാധ്യമ വാർത്തകൾ വന്നത്. നിലവിൽ ഈ അമ്മയ്ക്ക് വീട് തുറന്നു കൊടുക്കണമെന്ന് ആൾറെഡി ഉത്തരവ് ഉണ്ടായിരുന്നതാണ്. എങ്കിൽ പോലും മകൾ അതിനെ കൂട്ടാക്കാതെ വന്നതോടുകൂടിയാണ് സരോജിനി അമ്മ ഇന്നലെ മുഴുവൻ വീടിന് പുറത്തു നിൽക്കേണ്ടി വന്നത്. ഒടുവിൽ സരോജിനി അമ്മ തന്നെ സ്വയം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടൽ ഉണ്ടാകാത്ത സാഹചര്യത്തിൽ സ്വയം വീട് തുറന്ന് അകത്ത് കയറുകയുമായിരുന്നു. ഈ അമ്മ വീടിന് പുറത്തിറക്കി നിർത്തിയതിലാണ് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടലുണ്ടായിരുന്നത്. മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായ VK ബീനാകുമാരിയാണ് ഇപ്പോൾ മരട് പോലീസിനോട് ഈ കാര്യത്തിൽ കൃത്യമായ അന്വേഷണം നടത്തി 2 ആഴ്ചക്കകം റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ശരി, എബിൻ ജോസ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. വാറണ്ടി വ്യവസ്ഥകൾ പാലിക്കാത്തതിനാൽ ഉപഭോക്താവിന് പുതിയ ലാപ്ടോപ്പും 60,000 രൂപ നഷ്ടപരിഹാരവും നൽകണമെന്ന് ഉപഭോക്തൃ കോടതി. കുറുപ്പംപടി സ്വദേശി ബിജു ജേക്കബ് സമർപ്പിച്ച പരാതിയിലാണ് ഉത്തരവ്. വിനീത VG കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിനീത, എന്തായിരുന്നു ഈ പരാതി? പിന്നീട് അതൊരു നിയമപോരാട്ടത്തിലേക്ക് കടന്ന പശ്ചാത്തലം, ഇപ്പോൾ കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്ന തീരുമാനം, വിശദാംശങ്ങൾ എങ്ങനെയാണ് വിനീത VG? അതായത് ഈ ലാപ്ടോപ്പ് വാങ്ങി 2 ദിവസത്തിനകം ഇത് തകരാറിലായിട്ടുണ്ടായിരുന്നു. തുടർന്ന് ഇത് പരിഹരിച്ചു നൽകുന്നതിൽ വീഴ്ച വരുത്തുകയും ചെയ്തു എന്നാണ് പരാതി നൽകിയിരിക്കുന്നത്. ഈ പരാതി പരിഹരിച്ച ഉപഭോക്തൃ തർക്കപരിഹാര കോടതിയുടെ നിർദ്ദേശം 60,000 രൂപ, ഒപ്പം തന്നെ ഈ ഒരു പുതിയ ലാപ്ടോപ്പും ഈ എതിർകക്ഷികൾക്ക് നൽകണം എന്നുള്ളത് തന്നെയാണ്. എറണാകുളം ജില്ലാ ഉപഭോക്തൃ തർക്കപരിഹാര കോടതിയാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. HP ഗ്ലോബൽ സോഫ്റ്റ്വെയർ LTD, സ്കൈനൈറ്റ് കമ്പ്യൂട്ടേഴ്സ് എന്നിവർക്കെതിരെ പെരുമ്പാവൂർ കുറുപ്പംപടി സ്വദേശികളായ ബിജു ജേക്കബ് സമർപ്പിച്ച പരാതിയിലാണ് ഇങ്ങനെ ഒരു ഉത്തരവ് വന്നിരിക്കുന്നത്. കൃത്യമായി അവരുടെ പ്രശ്നം പരിഹരിക്കാതെ, ഒപ്പം തന്നെ ലാപ്ടോപ്പ് വാങ്ങി അത് 2 ദിവസത്തിനകം തന്നെ അതിന്റെ കീബോർഡിന് തകരാറുകൾ ഉണ്ടാവുകയും അത് പരിഹരിച്ചു തരുന്നതിൽ വീഴ്ച വരുത്തുകയും ചെയ്തു എന്ന് ആവർത്തിച്ചുകൊണ്ട് അവർ പരാതി നൽകിയിരുന്നു. ആ പരാതിയിന്മേലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. ശരി, വിനീത VG കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. വാർത്തകളിലേക്ക് വീണ്ടും. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ സ്വർണ്ണവേട്ട, ഒരു സ്ത്രീ ഉൾപ്പെടെ 3 പേർ കസ്റ്റംസിന്റെ പിടിയിലായി. വിനീത VG ചേരുന്നുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. വിനീത, വിവരങ്ങൾ എന്താണ് വിനീത? റിജിത്ത്, ഒരു സ്ത്രീ ഉൾപ്പെടെ 3 പേരാണ് പിടിയിലായിരിക്കുന്നത്. ഇവരെ കസ്റ്റംസ് ആണ് പിടികൂടിയിരിക്കുന്നത്. ഇവരെ വളരെ വിശദമായി തന്നെ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുന്നുമുണ്ട്. ദുബായിൽ നിന്നും വന്ന പട്ടാമ്പി സ്വദേശി മിഥുനിൽ നിന്നും 797 ഗ്രാം സ്വർണ്ണമാണ് പിടിച്ചെടുത്തത്. ഇത് 3 ഗുളികകളുടെ രൂപത്തിലാക്കി ശരീരത്തിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു ഈ സ്വർണം ഉണ്ടായിരുന്നത്. ഒപ്പം തന്നെ ഷാർജയിൽ നിന്നും വന്ന മലപ്പുറം സ്വദേശിയായ മറ്റൊരു യാത്രക്കാരനിൽ നിന്ന് 1182 ഗ്രാം ഉള്ള 4 സ്വർണ്ണ ഗുളികകളും പിടികൂടി. സ്വർണം ഈ ഗുളികകളുടെ രൂപത്തിലാക്കിയാണ് ശരീരത്തിൽ ഒളിപ്പിച്ചുണ്ടായത്. ഒപ്പം തന്നെ സ്വർണ്ണ ചെയിനും വളയും കണ്ടെത്തിയിട്ടുണ്ട്. അബുദാബിയിൽ നിന്നും വന്ന കാസർഗോഡ് സ്വദേശിനിയായ ഫാത്തിമ എന്ന സ്ത്രീയിൽ നിന്നാണ് പിന്നീട് സ്വർണം പിടികൂടിയിരിക്കുന്നത്. 272 ഗ്രാം സ്വർണ്ണമാണ് പിടികൂടിയത്. ഒരു സ്ത്രീ ഉൾപ്പെടെ 2 പുരുഷന്മാർ, അതായത് 3 പേരാണ് ഇന്ന് കസ്റ്റംസിന്റെ പിടിയിലായിരിക്കുന്നത്. ശരി, വിനീത VG കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. നോക്കാം ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥ. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. ഇപ്പോൾ കിട്ടിയത് പൂർത്തിയാവുകയാണ്.